ഈ ഡിജിറ്റൽ ചാനലുകളും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും സാധാരണ സാറ്റലൈറ്റ് ചാനലുകളും എന്തിനാണെന്ന് ഇങ്ങനെ നടന്ന് മതിക്കുന്നത്? ഒരു കോപ്പും ഇല്ല. ഞങ്ങളിവിടെ തിരുത്താനും തയ്യാറല്ല, ഒരഴിച്ചുപണിയുമില്ല, ഒരമ്പലവും ഞങ്ങൾ പിടിക്കുന്നുമില്ല. വളരെ കൃത്യമായി ഇന്നലെ CPM നിലപാട് പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളിലാണ് CPMനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് CPMൻ്റെ പരാതി. ഒന്ന്, വ്യാപകമായ അഴിച്ചുപണി നടക്കുന്നു, പിണറായി വിജയനെ ഇതാ മാറ്റുന്നു, MV ഗോവിന്ദനെ മാറ്റുന്നു, പകരം KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കുന്നു, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയായി P രാജീവ് വരുന്നു, അങ്ങനെ പുതിയ പുതിയ പദവികൾ ഓരോരുത്തർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാണ് വന്നത്. ചുമ്മാ ഞങ്ങൾ മാറാനും തയ്യാറല്ല, ഞങ്ങൾ മാറ്റാനും തയ്യാറല്ല. ഇത് പാർട്ടിയുടെ ഒരു ഘടനയുണ്ട്. പാർട്ടി ഘടനയെന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ വന്ന് ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം, അങ്ങനെ പാർട്ടി കോൺഗ്രസ് ഇങ്ങനെ പോവും. ആ പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആളുകളെ മാറ്റുന്നത്. അഖിലേന്ത്യാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണ്, ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ തലത്തിൽ, ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച്. അതാണ് ഞങ്ങളുടെ ഘടന. ഇടയ്ക്ക് എന്തിനാണ് പത്രങ്ങൾ ഇറങ്ങി ബഹളം കാണിക്കുന്നത്? പാർട്ടിയുടെ ഘടനയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ധാരണയുണ്ട്. പക്ഷേ ഞങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. പാർലമെന്ററി പാർട്ടി രംഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ നിൽക്കും, തോക്കും, വരും, അതല്ല ഞങ്ങളുടെ പ്രധാന ജോലി. ഭരണം വേറെ, പാർട്ടി വേറെ. പാർട്ടി എന്ന് പറഞ്ഞാൽ വർഗ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിന് വേണ്ടി സോഷ്യലിസ്റ്റ് സമൂഹം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമുഖമായ സമര പരിപാടികൾ നടത്തുന്നതിനിടയിൽ അല്പസമയം കിട്ടിയാൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കയറി കുറച്ച് ഭരിക്കും, അത്രയേ ഉള്ളൂ. ഡൽഹി കിട്ടിയാൽ കുറച്ച് ഭരിക്കും, അത്രയേ ഉള്ളൂ. ഒരു പഞ്ചായത്ത് കിട്ടിയാൽ കുറച്ച് ഭരിക്കും. അല്ലാതെ ഭരണം ഞങ്ങളുടെ ഒരു വിഷയമേ അല്ല. കറക്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഭരണമല്ല പ്രധാനം. വർഗ ബഹുജന സംഘടനകളെയും തൊഴിലാളി വർഗ സംഘടനകളെയും സംഘടിപ്പിച്ച് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോരാട്ട പാർട്ടിയാണിത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ മാറ്റാനോ മാറ്റിക്കാനോ നിൽക്കരുത്, നാറ്റിക്കുകയും ചെയ്യരുത്. അതൊരു വിഷയം. തീർന്നേ. ഇനി ആരും കയറി ആ വീഡിയോ ചെയ്യരുത്, ഒരു ചാനലുകളും ചെയ്യരുത്. അടുത്ത വിഷയമാണ് അമ്പല കമ്മിറ്റി പിടിക്കാൻ സമയമില്ല. P ജയരാജൻ മാഷിൻ്റെ ക്യാപ്സൂൾ വന്നിട്ടുണ്ട്. അത് അമ്പല കമ്മിറ്റി പിടിക്കാൻ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. എൻ്റെ പൊന്നു മാഷെ, നിങ്ങൾ അമ്പല കമ്മിറ്റി പിടിക്കാൻ പോയാൽ നടക്കത്തുമില്ല. നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. നിങ്ങൾ ഈ ഹിന്ദു 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 എന്ന് പറഞ്ഞ് ബഹളം കാണിച്ചാൽ RSSും BJPയും വളരുമില്ല എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ ഹിന്ദുക്കളുടെ കൺസോൾട്ടേഷൻ അറിയാതെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഹിന്ദുക്കളെ തെറി പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഹിന്ദു ചിന്ത കൂടിക്കൊണ്ടിരിക്കും. ആളുകളുടെ സംഭവിക്കാൻ പോണതാണ്. CPMനകത്തുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ഹിന്ദു ചിന്ത കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ രാമനെ തെറി പറയുന്നു, നാരായണത്തെ തള്ളിപ്പറയുന്നു, പിന്നെ എന്താണ് രാമായണം വായിക്കുന്നതിനെ കുറ്റം പറയുന്നു, മഹാഭാരതത്തെ കുറ്റം പറയുന്നു, ശ്രീനാരായണ ഗുരുദേവനെ കുറ്റം പറയുന്നു, മന്നത്ത് പപ്പനാവനെ തെറി പറയുന്നു, ആചാര്യനെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരോ ആളുകളിൽ കൂടി ഒരു ഹൈന്ദവ ചിന്ത കയറും എന്നുള്ളത് മാത്രമേ ഫലത്തിലുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ളത്. അവിടെ ആളുകൾ അമ്പലത്തിൽ പോലും പോകുന്നില്ല. കാരണം എന്താണ്? മറ്റൊരുപാട് സൗകര്യങ്ങളിൽ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ജീവിത ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ കുറേ മെച്ചമാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. അവർ ദൈവത്തിനോടൊന്നും കരയേണ്ട കാര്യമില്ല. ദുഃഖത്തിന് വേണ്ടി അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. സന്തോഷം പിന്നെ പങ്കുവയ്ക്കാൻ അവർ പോകുന്നുമില്ല. സോവിയറ്റ് റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വലിയ സന്തോഷമുണ്ടായപ്പോൾ അവരാരും അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയില്ല. പള്ളിയാണല്ലോ കൂടുതൽ, ഒന്നും പോയില്ല. പിന്നെ ദുഃഖം വന്നപ്പോൾ ആദ്യം അവർ ഇടിച്ചു കയറിയത് അടഞ്ഞു കിടന്ന പള്ളിയിലുമാണ്. അതാണ് ചരിത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ അമ്പലം പിടിക്കാനും പള്ളി പിടിക്കാനും ഒക്കെ പോണ സമയം കൊണ്ട് നാട്ടിലൊരുപാട് വായനശാലയുണ്ട്, നാട്ടിലൊരുപാട് ലൈബ്രറികളുണ്ട്, നാട്ടിലൊരുപാട് ക്ലബ്ബുകളുണ്ട്, നാട്ടിലൊരുപാട് റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, നാട്ടിലൊരുപാട് സംഘടനാ സംവിധാനങ്ങളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. നിങ്ങളതിലൊരു 10-50% പഞ്ചായത്തിൽ നിങ്ങളെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് കുറേ കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടും. നിങ്ങൾ ലൊട്ടിലൊടുക്ക് ഉടായിപ്പ് പരിപാടികളൊക്കെ മതിയാക്കിയിട്ട് ജനകീയാസൂത്രണത്തിൻ്റെ 30ാം വർഷമാണല്ലോ, നിങ്ങളൊരു 30 പഞ്ചായത്ത് സെലക്ട് ചെയ്യുക CPM. അവിടെ നിങ്ങളെ കേഡർമാരെയൊക്കെ ഒന്ന് വിന്യസിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല നല്ല മാതൃകൾ ഉണ്ടാക്കുക. ഈ ആവശ്യമില്ലാത്ത വർഗീയതയും അതും ഇതെന്നൊക്കെ പറഞ്ഞ് സമയം കളയാതിരിക്കുക. ജനങ്ങൾ നിങ്ങളോടൊപ്പം വരും. നിങ്ങൾക്കൊരു അസ്തിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ സാങ്ക്ടിറ്റി കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്ത ഏക പാർട്ടി, ഏക സംവിധാനം നിങ്ങളാണ്.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഗുസ്തിയും ബഹളം ഉണ്ടാക്കിയൊന്നും BJPയെ തകർക്കാൻ പറ്റത്തില്ല, കോൺഗ്രസിനെ തകർക്കാൻ പറ്റത്തില്ല. ആളുകൾ കോൺഗ്രസിലേക്ക് പോകും. ന്യൂനപക്ഷങ്ങളെല്ലാം കോൺഗ്രസിനെ അടിയുറച്ചിപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് പണിയുണ്ട്. അതുപോലെ തന്നെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇനി ആത്മീയതയെന്നും അല്ലെങ്കിൽ അവരുടെ ദൈവചിന്തയെന്നവരെ മാറ്റിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇപ്പോൾ വിപ്ലവം ഉണ്ടായി കളയാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് പറ്റൂല എന്ന് P. ജയരാജൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആവശ്യമില്ലാത്ത വാർത്തകളൊന്നും ആരും അടിക്കരുത്. എനിക്കങ്ങനെ പറ്റുകയില്ല. എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല, എനിക്കങ്ങനെ പറ്റുകയില്ല. പിന്നെ അമ്പലങ്ങളിൽ സ്ത്രീകൾ നുഴഞ്ഞു കയറുന്നു. നേരെയല്ലേ കയറുന്നത്? എന്താ നുഴഞ്ഞു കയറുന്നത്? അതിനിടയിൽ RSS നുഴഞ്ഞു കയറുന്നു. ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അമ്പലങ്ങളാകുമ്പോൾ അവിടെ പൂജ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാവരും പോവും. അപ്പോൾ നുഴഞ്ഞു കയറുന്നൊന്നുമില്ല. നിങ്ങൾ അമ്പല കമ്മിറ്റി കെയർ ചെയ്തുകൊണ്ട് ഇത് പിടിച്ചെടുക്കാൻ പറ്റുകയുമില്ല. നാട്ടിലെ നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നൊരു പാർട്ടിയാണ്. അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് വലിയ ബഹുജന പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ജനങ്ങളുമായൊരു ജൈവ ബന്ധമില്ല. പഴയ കാലത്ത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന് തുല്യമാണ് ആളുകൾക്ക്. ആളുകളുടെ ഏത് പ്രശ്നം ചെന്ന് പറയാനും 5 പൈസ കൈക്കൂലി വാങ്ങിക്കാതെ 5 പൈസ ആളുകളെ നിന്ന് വാങ്ങാതെ കൃത്യമായ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു ജൈവ ബന്ധം പാർട്ടിക്കുണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ജൈവ ബന്ധം പിടിച്ചെടുക്കാൻ പറ്റുമോ? അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ബയോ റിലേഷൻ അതിന് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് എടുക്കാം. നമുക്ക് പറഞ്ഞുതരാം. ഞാനും കുറച്ച് കാലം ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ടൊക്കെ നടന്നതുകൊണ്ട് നമുക്കൊരു സെമിനാർ തന്നെ വയ്ക്കാം. ഡിബേറ്റ് എന്നെ കൂടെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ പാർട്ടിയുടെ പരിപാടിയായിട്ട് വയ്ക്കരുത്, പൊതു പരിപാടിയായിട്ട് വയ്ക്കുക, എന്നെ കൂടെ വിളിക്കുക. ഒരു ജൈവ ബന്ധം, ഒരു സാമൂഹ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാമൂഹ്യ ബന്ധം, ഒരു ജൈവ ബന്ധം എങ്ങനെ ഊട്ടിയുറപ്പിക്കാം? അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റം ആവശ്യം വേണ്ടി വരും. നേതൃത്വ തലത്തിലും അല്ലാതെയൊക്കെ മാറ്റം വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കുറേ പഞ്ചായത്തുകളൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കുറേ വാർഡുകളൊക്കെ അങ്ങോട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം നിയന്ത്രണമുള്ള എത്രയോ പഞ്ചായത്തുകൾ, എത്രയോ വാർഡുകളുണ്ട്, അതെല്ലാം അങ്ങോട്ട് സെലക്ട് ചെയ്ത് അവിടെ കുറേ മോഡൽ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമൊക്കെ ഉണ്ട്. അവർക്ക് വേറെ ഗവൺമെൻറ്റിൽ പണിയില്ല, അല്ലെങ്കിൽ അവർ മിഷനുകളിലൊക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം അവർ ഇറങ്ങിയല്ലോ, കുറച്ച് പേരെ ഉണ്ടെന്ന് തോന്നുന്നു, അവർ ഇറങ്ങും. അപ്പോൾ നിങ്ങളൊരു വലിയ സംഘമുണ്ട് കേരളത്തിൽ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 10-30 പഞ്ചായത്ത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് 30 അല്ലെങ്കിൽ 10 വെച്ചെടുക്കാം. ഒരു 140 പഞ്ചായത്ത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് പൊളിക്കാം. സൂപ്പർ പരിപാടികൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ റിലവൻസ് കൂടും. അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കൂടുതൽ നിങ്ങൾ ഹിന്ദു വിരുദ്ധത പറയുമ്പോൾ, മുസ്ലിം വിരുദ്ധത പറയുമ്പോൾ, ക്രിസ്ത്യൻ വിരുദ്ധത പറയുമ്പോൾ അവിടേക്ക് ആൾ കൂടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മതത്തിനെയും ജാതിയെയും അമ്പലത്തെയും വിശ്വാസത്തെയും പള്ളിയൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക. അത് അവിടെ വളരുകയോ വളരാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. നിങ്ങളുടെ പണി ഭംഗിയായി ചെയ്യുമ്പോൾ അങ്ങോട്ട് പോണവരുടെ എണ്ണം കുറയും, ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം കൂടും. നല്ല കടയാണെങ്കിൽ, തട്ടുകടയാണെങ്കിലും ആൾ കൂടും. മോശം കടയാണെങ്കിൽ, ഇൻ്റർനാഷണൽ കടയാണെങ്കിലും ഒരു മനുഷ്യനും വരികയില്ല.